Good morning. Let us see this question. A company expects a net operating income of rupees 1 lakh. 1 lakh net operating income. It has 5 lakh, but clear alla korchu clarity koravundu. 5 lakh aanu edikkunathu 5 laksham. It has 5 lakh, 6% debentures. The overall capitalization rate is 10%. K0 is given in the question. Clear? K0 തന്നുണ്ട്. Calculate the value of the firm and the equity capitalization rate. You are asked to calculate the value of the firm and you are asked to find out what is KE according to the net operating income approach. Clear? തിയറി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക്. പ്രോബ്ലം ഡൂയിങ് ഈസ് പ്രെറ്റി ഈസി. പക്ഷെ നമുക്ക് എപ്പോഴും തിയറിയുടെ എസെൻസ് നല്ല ക്ലിയർ ആയിരിക്കണം. വിത്ത് ഓൾ ദ ഡയഗ്രാം, അസംഷൻസ്, എക്സ്പ്ലനേഷൻ എല്ലാം വൃത്തിയായിട്ട് പഠിക്കണം. കാരണം തിയറി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക് അറ്റ് ഓൾ. ക്ലിയർ? ഇഫ് ദ ഡിബെഞ്ചർ ഡെപ്റ്റ് ഇസ് ഇൻക്രീസ് ടു 7,50,000, what will be the effect on the value of the firm and the equity capitalization rate? Clear? അപ്പോൾ 2 കേസായിട്ട് തന്നിരിക്കുന്നത്. ആദ്യം 5 ലക്ഷം ഡിബെഞ്ചേഴ്സ് ഉണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം 1 ലക്ഷമാണ് തന്നിരിക്കുന്നത്. ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇസ് ഗിവൻ. ക്ലിയർ? സോ വാട്ട് വിൽ ബി ഇഫ് ദ ഡിബെഞ്ചർ ഡെപ്റ്റ് 7,50,000, 5 ലക്ഷം എന്നുള്ളത് 7,50,000 ആക്കിച്ചാൽ എന്താവും? വാട്ട് വിൽ ബി ദ ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ദ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്? ക്വസ്റ്റ്യൻ അതാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഇസ് ഈക്വൽ ടു 1 lakh. ക്ലിയർ അറിയാം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് എബിറ്റ് അല്ലേ? സോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. K0 ഈസ് 10%. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം വി കാൽക്കുലേറ്റ് ചെയ്യാം. വി ഈസ് ഈക്വൽ ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് ബൈ K0 എന്നുള്ള ഫോർമുല പറഞ്ഞതാണ്. അപ്പോൾ രണ്ടും തന്നിട്ടുള്ളത് കൊണ്ട് മാർക്കറ്റ് വാല്യൂ വി 10 lakh ആണ്. ക്ലിയർ? മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം ആണ് 10 lakh. ഡിബെഞ്ചർ 5 lakh ആണ് ആദ്യത്തെ കേസിൽ തന്നുണ്ട്. രണ്ടും മൈനസ് ചെയ്താൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടി. ക്ലിയർ? സോ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടി. ഇനി അത് എസ് ആണ് അല്ലേ? എസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണ്. എബിറ്റ് മൈനസ് ഐ, earnings available to equity shareholders minus interest, tax illa, preference share capital illa. So you got it as V EBIT minus I divided by V minus D. EBIT minus I divided by V minus D. EBIT means earnings before interest and tax. V is the value of the firm. V is the debt capital. I is the interest on debentures. Clear? അപ്പോൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ? ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1 lakh ഇൻറ്റു 1 lakh മൈനസ് 30,000 ഡിവൈഡഡ് ബൈ ഐ. നമുക്കറിയാം എത്ര ലക്ഷം? 5 ലക്ഷമാണ്. എത്ര പെർസെൻറ്റേജ് ആണ്? 6% ആണ്. അപ്പോൾ 30,000 ആണ്. ക്ലിയർ? ആൻഡ് വർക്ക് ഔട്ട് യൂസിങ് ദിസ് മെത്തേഡ് ആൻഡ് ദിസ് ഫോർമുല. സോ ആകെ സ്റ്റക്കായി പോയി ഫോൺ. ക്ലിയർ? സോ 1 lakh മൈനസ് 30,000. 1 lakh എന്താ? ഫോർമുല പ്രകാരം നമ്മൾ എഴുതിക്കുന്നത് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എബിറ്റിൽ നിന്ന് ഐ മൈനസ് ചെയ്യണം. എബിറ്റിൽ നിന്ന് ഐ മൈനസ് ചെയ്യാൻ 30,000 ആണ്. 6% ആണ് ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിബെഞ്ചേഴ്സിൻ്റെ. കാൽക്കുലേറ്റ് ചെയ്യുക ഡിവൈഡഡ് ബൈ വി മൈനസ് ഡി. വിയും നമുക്കറിയാം, ഡിയും നമുക്കറിയാം. വി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും ഇട്ടു. യു ഗോട്ട് ഇറ്റ് ആസ് 14%. ക്ലിയർ? സോ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വാട്ട് വിൽ ഹാപ്പൻ? എന്താ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ എന്താ? ഇഫ് ഡിബെഞ്ചർ ഡെപ്റ്റ് ഇസ് ഇൻക്രീസ് ടു 7,50,000, വാട്ട് വിൽ ഹാപ്പൻ? സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ഫേം റിമെയിൻസ് ദ സെയിം. കാരണം നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ പഠിച്ചിട്ടുള്ളത് എന്താ? എത്ര ഡിബെഞ്ചർ ഡെപ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് മാറ്റം വന്നാലും വാല്യൂ ഓഫ് ദ ഫേമിന് മാറ്റം വരില്ല. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷനിൽ വീണ്ടും ചേഞ്ച് ഉണ്ടാവും.
ആ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ ഈ പ്രോബ്ലത്തിൽ. ക്ലിയർ? പ്രോബ്ലം ഏകദേശം ഒന്നും കൂടിയും വായിക്കുക, പ്രോബ്ലം വായിക്കുക. ഈ പ്രോബ്ലത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ദിവസം തിയറിയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആ തിയറി ക്യാപിറ്റൽ സ്ട്രക്ചർ സോഫാർ നമ്മൾ എന്തൊക്കെ തിയറി എടുത്തു വെച്ചാൽ ആ തിയറി മുഴുവനെ നല്ല ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് ഉണ്ട്, ഡിവിഡൻറ്റ് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു വലിയ പാരാവാരം അവിടെ കിടക്കുകയാണ്. നവംബർ ആകുമ്പോഴേക്കും ഒക്ടോബർ അവസാനം ആകുമ്പോഴേക്കും ഈ സെമ്മ കഴിയും. ഏകദേശം നമുക്ക് 2 മാസം കൂടിയേ ഉള്ളൂ. സോ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഞാൻ പോവും. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് വരെ നന്നായിട്ട് പഠിച്ചിട്ടാവണം ഓണം വെക്കേഷൻ കഴിയുമ്പോഴേക്കും വരിക. ഇനി 2 ഇമ്പോർട്ടൻറ്റ് തിയറിയും കൂടി ഇതിൽ എടുക്കാനുണ്ട്. ആ 2 ഇമ്പോർട്ടൻറ്റ് തിയറി പഠിക്കണമെങ്കിൽ അതിൻ്റെ ബേസ് ഈ 2 തിയറിയാണ്. ക്ലിയർ? So study well everything. Okay, see you. Bye bye.